ഉച്ചയായപ്പോഴാണ് നമ്മൾ ഈ യാത്ര തീരുമാനിച്ചത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർക്കാണ് ഗൈസ്. നമ്മൾ കണ്ണൂർക്കാണ് പോകുന്നത്. അപ്പം കണ്ണൂർ തെയ്യം കാണാനാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ വീട് അവിടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്താണ് തെയ്യം നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കണമായിരുന്നു തെയ്യം കാണണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സമയമൊക്കെ കിട്ടിയത് തെയ്യം കാണാൻ പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരെ പ്രതീക്ഷിച്ചില്ല പോകാനായിട്ട്. പിന്നെ കുറേ ടൈം എടുത്തപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 6-7 പേരുണ്ട് മൊത്തം. പിന്നെ നമ്മൾ കണ്ണൂർക്ക് പോകണേണ്. ഇപ്പം സമയം 5 മണിയായപ്പോൾ നമ്മൾ പോകുന്നതാണ്. പിന്നെ നമ്മൾ കണ്ണൂരെത്തുമ്പോൾ ഇവിടെ നിന്ന് 7.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. കണ്ണൂരെത്തുമ്പോൾ നമ്മൾ 1 മണി 12:30-1 മണി ആവും ഗൈസ്. അപ്പോൾ നമ്മൾ യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇരുട്ടായിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇവിടെ കാണാനില്ല. നമ്മൾ പോകുന്നത് മറ്റേ പച്ചപ്പും ഹരിതാപും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടി ഒന്നുമല്ലല്ലോ. ചുറ്റും കടകളും റോഡും അങ്ങനെ വണ്ടികളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളും. പിന്നെ നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇതുവരെയും പോകാത്തൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഇരുട്ടാണെങ്കിൽ കൂടി നമ്മൾ ചുറ്റുമൊന്ന് നോക്കിയിരിക്കുമല്ലോ. കടകളായാലും എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. ഈ നമ്മുടെ റോഡ് പണി ഏകദേശം ഒരുവിധം പൂർത്തിയായിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ തിരക്കൊന്നും കൂടാണ്ട് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റി. നല്ല സ്മൂത്തായിട്ടുള്ള പൊളി റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പോൾ പൊന്നാനിയൊക്കെ കഴിഞ്ഞ് മലപ്പുറം മലപ്പുറം ഭാഗത്ത് എവിടെ എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ടയറിന് കാറ്റടിക്കാൻ, അതായത് എയർ അടിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ തിരൂര് ചമ്രവട്ടം ആ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. നമ്മളുടെ വണ്ടിക്ക് ടയറിന് കാറ്റ് കുറവാണ്, കാറ്റടിക്കാൻ കയറിയേക്കാം. ചേട്ടാ അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയൊക്കെയാണ്. നമ്മളിപ്പോൾ താനൂർ ഒക്കെ കഴിഞ്ഞ് ഇനിയും ഇവിടെ നിന്ന് 3 മണിക്കൂറിൽ കൂടുതലുണ്ട് നമ്മളുടെ സ്ഥലത്തോട്ട്. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. ഇനി നമ്മൾ ഫുഡ് വന്നിട്ട് ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. ടീം ഇവരൊക്കെയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഗൈസ്. ഡ്രൈവർ അപ്പോൾ നമ്മൾ ചോറാണ് കേട്ടോ പറഞ്ഞത്. കാരണം അത്രയും ദൂരം പോകണോണ്ട് നമ്മൾ ചോറാണ് കഴിച്ചത്. ഇനി വല്ല സ്പെഷ്യൽ വല്ലതും പറയണം. അച്ചാറ്, പിന്നെ എന്തെന്നാണത്, എന്തോ മെഴുക്കുരട്ടിയാണ്, മറ്റേ മത്തങ്ങയും പയറും വേറെന്തോ കറി. ഇതെന്ത് കറിയാന്ന് എനിക്കറിയില്ല. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഫുഡ് കഴിക്കില്ലേ, പാത്രമൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയത്. അമ്മ ചൂടുവെള്ളം ഉണ്ടായിരുന്നു, അത് പകർത്തേണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഈ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നൈറ്റ് പോകുന്ന ടൈമിലില്ലേ നമുക്ക് ഇത് കിട്ടാറില്ല, എന്ത് ചോറൊന്നും കിട്ടാറില്ല. പക്ഷേ ഇവിടെ ചോറും അതായത് ഉച്ചക്കത്തെ ചോറൊന്നുമല്ല, കറിയൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പൂരപ്പുഴ പാലം. ഞാൻ കണ്ടോ പൂരപ്പുഴ പാലം. ഇവിടെ നിന്ന് നമ്മുടെ കണ്ണൂർക്ക് 125 കിലോമീറ്റർ, അങ്ങനെ കോഴിക്കോട് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് കണ്ണൂർക്കാണ് ഗൈസ്. ഇത് പൂരപ്പുഴ പാലം. ഈ സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഹോട്ടൽ വരുന്നത്. നല്ല ഹോട്ടലാണ്, രക്ഷയില്ല, നല്ല ഫുഡാണ്. ഇനി നമ്മളിവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. കുറച്ച് നേരം അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നു, കണ്ടോ. ഇനി നമ്മളിവിടെ നിന്ന് പോവാം ഫുഡൊക്കെ കഴിച്ചിട്ട്.
ഇനി നേരെ അവിടെ മാത്രമേ സ്റ്റോപ്പുള്ളൂ, വേറെ ഒന്നും നിർത്തൂല. നമ്മളപ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണിയോടെ എടുത്തിട്ടാണ്, ഏകദേശം 2 മണിയോടെ എടുത്തിട്ടാണ് നമ്മൾ സ്ഥലത്തെത്തിയത്. അപ്പോൾ നേരെ നമ്മൾ അമ്പലത്തേക്ക് പോരാണ്ട് ചെയ്തത്. അമ്പലം എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ പ്രതിഷ്ഠ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആ ഒരു തറ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്, ആ ഒരു പീഠം അവിടെ മാത്രമാണ്, അല്ലാണ്ട് ആ ഇങ്ങനെ അമ്പലം പോലെ ഒന്നും അവിടെ ഒരു പ്രതിഷ്ഠ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ തെയ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയ മുത്തപ്പൻ ഉണ്ടായിരുന്നു. നാളെയാണ് ശരിക്കുമുള്ള ഉത്സവം വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നേ മുത്തപ്പൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും നേരം വൈകി, 1 മണി ഏകദേശം 1 മണി 1:30 അടുത്തായിരുന്നു. അത് ഇനി നാളത്തേക്കുള്ള കൊണ്ടുവരാനുള്ള ചടങ്ങുകളാണ് നടന്നിരിക്കുന്നത്. ആ ചടങ്ങുകളുടെ ഓരോരോ അവരുടേതായിട്ടുള്ള രീതികളായിട്ട് ഡീറ്റെയിൽഡായിട്ട് കറക്റ്റായിട്ട് അറിയില്ല. ശരിക്കും നാളത്തേക്കുള്ള അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കണ്ണൂർ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ ആ അമ്പലത്തിൽ ആണ് നേരെ പോയത് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ചെറിയ മുത്തപ്പനും വലിയ മുത്തപ്പനല്ല ചെറിയ മുത്തപ്പൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണി 4:15 വെളുപ്പിനാകുമ്പോൾ ഗുളികന്തയും ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്കത് കാണാനായിട്ട് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലോട്ട് വന്ന്, ഇവിടെ നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്ന് അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് അപ്പോൾ അവിടെ സ്റ്റാർട്ടാകുമ്പോൾ അവൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാകുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഗുളികന്തയ്യ എന്നൊക്കെ. അപ്പം ഞാൻ അതേ പറഞ്ഞ പോലെ ഞാൻ ഗുളികന്തയ്യം കാണാനൊന്നും പോയില്ല കേട്ടോ. കാരണം യാത്ര കഴിഞ്ഞ് വന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കിടന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ അവൻ വന്ന് വിളിച്ചപ്പോൾ ഒന്നും നമുക്ക് എണീക്കാൻ പറ്റില്ല, എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ എന്തായാലും നാളെ രാവിലെ തന്നെ എണീക്കാൻ വേണം. അപ്പോൾ പിന്നെ വിചാരിച്ച് അത് സ്കിപ്പ് ചെയ്തിട്ട് നാളത്തെ മെയിനായിട്ടുള്ള തെയ്യം കാണാമല്ലോ എന്നിട്ടാ. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടി കാണാം. ഇതെല്ലാവരും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കേട്ടോ, കുറേ വിശേഷങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് തെയ്യത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.